ഇന്നു മുതൽ രാജ്യത്ത് ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുകയാണ്. ബ്രിട്ടീഷ് കാലത്തെ ക്രിമിനൽ നിയമങ്ങൾ ഉപേക്ഷിച്ച് രാജ്യം ഇന്നു മുതൽ പുതിയ നിയമവ്യവസ്ഥയിലേക്ക് നീങ്ങുന്നു. കോടതികൾക്കും പോലീസുകാർക്കും എല്ലാം ഇത് ബാധകമാണ്. ഈ ക്രിമിനൽ നിയമങ്ങൾ ഇനി ബാധകമാവുക വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലായിരിക്കും. ഭാരതീയ ന്യായ സംഹിത, നാഗരിക സുരക്ഷാ സംഹിത, സാക്ഷ്യ അധിനിയമം എന്നീ പേരുകളിലാണ് പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നത്. 1860 മുതൽ ഉണ്ടായിരുന്ന IPC, 1898 മുതലുള്ള CRPC, 1872 തെളിവ് നിയമം എന്നിവയാണ് മാറുന്നത്. നൂറ്റാണ്ടിലധികമായി തുടർന്ന നിയമവ്യവസ്ഥ മാറുമ്പോൾ വകുപ്പുകളിലും നമ്പറുകളിലും കാര്യമായ വ്യത്യാസമുണ്ട്. തൃശൂർ പോലീസ് അക്കാദമിയിലും തിരുവനന്തപുരത്തെ പോലീസ് ട്രെയിനിംഗ് സെന്ററിലും കേരളത്തിലെ സേനാംഗങ്ങൾക്ക് 3 മാസത്തിലേറെയുള്ള പരിശീലനം നൽകിയിരുന്നു. എങ്കിലും കൈകാര്യം ചെയ്യുമ്പോൾ തുടക്കത്തിൽ ചില ആശയക്കുഴപ്പങ്ങൾക്ക് ഇടയാക്കിയേക്കാം. വകുപ്പിൽ മാറ്റമുണ്ടായാലും തെളിവ് ശേഖരണത്തിൽ വീഴ്ച പറ്റിയാലും കേസിനെ ബാധിക്കും. പുതിയ നിയമത്തിൽ വകുപ്പ് 113 ഭീകരപ്രവർത്തനം ഉൾപ്പെടുക. സംഘടിത കുറ്റകൃത്യം 111. രണ്ടിനും IPC-യിൽ വകുപ്പുകൾ ഉണ്ടായിരുന്നില്ല. സുവർഗാനുരാഗം കുറ്റമാക്കുന്ന 377 ഒഴിവാക്കി. കൊലക്കുറ്റത്തിനുള്ള IPC 302 പുതിയതിൽ 103 വകുപ്പാണ്. പിടിച്ചുപറിക്കുള്ളതാണ് ഇനി 302 വകുപ്പ്. ഗൂഢാലോചനയ്ക്കുള്ള 120B ഇനി 61 ആകും. നിയമവിരുദ്ധ സംഘം ചേരലിന് 14 പകരം 187 ആയിരിക്കും. 420 നിലവിൽ വഞ്ചന കുറ്റമാണ്. ഈ നമ്പറിൽ മറ്റു വകുപ്പ് പുതുതായില്ല. 316 വകുപ്പിലാണ് തട്ടിപ്പ് കൈകാര്യം ചെയ്യുന്നത്. രാജ്യദ്രോഹത്തിനുള്ള 124A ഇനി 150 ആകും. കൈക്കൂലി 171Bയിൽ നിന്ന് 170, സ്ത്രീധനമരണം 304Bയിൽ നിന്ന് 80, ബലാത്സംഗം 375 നിന്ന് 63, മോഷണക്കുറ്റം 378 നിന്ന് 303, വിശ്വാസവഞ്ചന 405 നിന്ന് 316 എന്നിങ്ങനെ മാറും. ഫോറൻസിക് ഉദ്യോഗസ്ഥർക്കും തെളിവ് ശേഖരണത്തിൽ പരിശീലനം നൽകി. 90 ദിവസത്തിനുള്ളിൽ നിർബന്ധമായും കുറ്റപത്രം സമർപ്പിക്കണമെന്നാണ് പുതിയ നിയമത്തിൽ അനുശാസിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. നിയമവിദഗ്ധർ നമ്മോടൊപ്പം ഈ വിഷയത്തിൽ പ്രതികരിക്കാനായി ചേരുന്നുണ്ട്. കാരണം ഇത് ജനങ്ങൾക്ക് വളരെ പെട്ടെന്ന് ബോധ്യമാകുന്ന ഒന്നല്ല. ഭാരതീയ ന്യായ സംഹിത, നാഗരിക സുരക്ഷാ സംഹിത, സാക്ഷ്യ അധിനിയമം എന്നീ പേരുകളിലാണ് പുതിയ നിയമങ്ങൾ വരിക. നമുക്കറിയാം, ഇന്ത്യൻ ശിക്ഷാ നിയമം, ക്രിമിനൽ നടപടി നിയമം, ഇന്ത്യൻ തെളിവ് നിയമം എന്നിവയായിരുന്നു പ്രധാനമായവ. ഈ പേരുകൾ ചരിത്രമായി മാറുന്ന പശ്ചാത്തലമുണ്ട്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ നമ്മോടൊപ്പം ഉണ്ട്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഇത് നമുക്കൊന്ന് ലളിതമായി പറഞ്ഞാൽ ഏതൊക്കെ തരത്തിൽ നമ്മുടെ നിയമ സംവിധാനത്തെ, നിയമമേഖലയെ സ്വാധീനിക്കത്തക്ക വിധത്തിലാണ് ഈ മാറ്റങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്? അതിന് പാകമായോ നമ്മുടെ പോലീസും കോടതികളുമൊക്കെ? ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം നിയമങ്ങൾ നിർമ്മിക്കാനും അല്ലെങ്കിൽ നിയമങ്ങൾ റിപ്പീൽ ചെയ്ത് പുതിയത് കൊണ്ടുവരാനോ അല്ലെങ്കിൽ പുതിയതായൊരു നിയമം നിർമ്മിക്കാനും ഒക്കെ പാർലമെന്റിന് അവകാശമുണ്ട്. അതിൽ അധികാരത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷെ അവിടെയൊക്കെ ചർച്ചകൾ സജീവമായി ഉണ്ടാകേണ്ടതുണ്ട്. മറ്റൊന്ന്, ഈ ചർച്ചകൾ സാധാരണ നിയമങ്ങളിലൊക്കെ ചർച്ചകളും സബ് കമ്മിറ്റികളും ഒക്കെ ചർച്ച ചെയ്താണ് വരുന്നത്. ഇവിടെ ഈ IPC-യുടെയും CRPC-യും എവിഡൻസ് ആക്ടിനെ സംബന്ധിച്ച് ഒരുപാട് ലാൻഡ് മാർക്ക് ജഡ്ജ്മെന്റുകൾ സുപ്രീം കോടതി ഇന്റർപ്രറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം, സെഡീഷനെ കുറിച്ച് ജഡ്ജ്മെന്റ് പറഞ്ഞിട്ട് ഒരുപാട് ജഡ്ജ്മെന്റ്സ് വന്നിട്ടുണ്ട്. പല പ്രൊവിഷൻസും ആ ജഡ്ജ്മെന്റുകളെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് ആയി മാറും പലപ്പോഴും. ഇത് ഞാൻ ഓരോന്നോരോന്ന് എടുത്തു പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവിടെ ചർച്ചകളില്ലാത്തതിന്റെ ഒരു കുഴപ്പമാണ്. രണ്ടാമത്തെ വിഷയം, ഇത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ 1860 മുതൽ പ്രാബല്യത്തിലുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമം, അതുപോലെ തന്നെ മറ്റു നിയമങ്ങളൊക്കെ, ഈ നിയമങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ശരിക്കും സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി ഇതിനെ കൈകാര്യം ചെയ്യുന്നത് ഒന്നാമതായി പോലീസ് കൈകാര്യം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ ജുഡീഷ്യൽ സിസ്റ്റം, മജിസ്ട്രേറ്റുമാര് അല്ലെങ്കിൽ സെഷൻസ് ജഡ്ജിമാര്, ഹൈക്കോടതി, സുപ്രീം കോടതി ഒക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അഭിഭാഷകര് ഇത് കേസുകൾ കൈകാര്യം ചെയ്യുന്നു. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്സ്, RDO പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട് കൈകാര്യം ചെയ്യുന്നു. അവരെ സംബന്ധിച്ച് ഇവർക്കൊരു ട്രെയിനിങ്, ഇതെങ്ങനെയാണ് ഇനി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അത് ഒറ്റ നോട്ടത്തിൽ ഒരാൾക്ക് തരത്തിലുള്ള മാറ്റങ്ങൾ, ഡ്രാസ്റ്റിക് മാറ്റങ്ങൾ 3 പ്രധാനപ്പെട്ട നിയമങ്ങൾ ഒന്നിച്ചു വരുത്തുക, അതിനുള്ള തയ്യാറെടുപ്പുകളോട് ഉണ്ടായിട്ടില്ല എന്നതൊരു ഫാക്റ്റാണ്. ഇതിന്റെയൊക്കെ അപകടം സംഭവിക്കാൻ പോകുന്നത് ഈ കൈകാര്യം ചെയ്യുന്നവർക്കല്ല, കൈകാര്യം ചെയ്യുന്നത് മറ്റുള്ളവരുടെ വിഷയമാണ്. അത് പൊതുജനങ്ങളെ, വ്യക്തികളെ ബാധിക്കുന്ന നിയമങ്ങളാണിത്. ആ വ്യക്തികളെ ബാധിക്കുന്ന നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് ഈ 3-4 ക്ലാസിഫിക്കേഷൻ ഞാൻ പറഞ്ഞത്.
അവർ കൈകാര്യം ചെയ്യുമ്പോൾ അവർക്ക് അതിനകത്ത് പ്രാവീണ്യമില്ലാതെ വരുമ്പോൾ അല്ലെങ്കിൽ അവർക്കുള്ള ട്രെയിനിങ് ഇല്ലാതെ വരുമ്പോൾ അഫക്റ്റഡ് ആകാൻ പോകുന്ന സാധാരണ ജനങ്ങളാണ്. അപ്പൊ നമ്മളൊരു വാശി പിടിച്ചൊരു നിയമം നാളെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇന്ന് ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്ന് തീരുമാനിക്കുമ്പോൾ അഫക്റ്റഡ് ആകുന്നത് ജനങ്ങൾ തന്നെയാണ് എന്നത് മനസ്സിലാക്കാതെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു നിയമത്തിന്റെ ഒരു പ്രൊവിഷനെ സംബന്ധിച്ച് ഡിഫറെന്റ് ഒപ്പീനിയൻസ് അഡ്വക്കേറ്റ്സിനിടയിൽ ഉണ്ടാകും, ജുഡീഷ്യൽ ഫ്രട്ടേണിറ്റിയിലുണ്ടാകും. ആ ഒപ്പീനിയൻസ് വരുന്നതിലൊന്നും തെറ്റില്ല. പക്ഷെ അത് ജനങ്ങളെ ബാധിക്കുന്നു എന്ന തരത്തിലേക്ക് വരുമ്പോൾ അതൊരു വാശിയായിട്ടല്ല ഞങ്ങൾ ഇന്നത് ചെയ്തു എന്ന് വരുത്തി തീർക്കാനാണ്. ഞാൻ മനസ്സിലാക്കുന്നത് സാർ, ഈ 2020 ഇതുമായി ബന്ധപ്പെട്ട ഒരു സമിതി നിയമിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം 2023 ഓഗസ്റ്റിന് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ ഈ നിയമങ്ങൾ അവതരിപ്പിക്കുന്ന പശ്ചാത്തലമുണ്ട്. അപ്പോൾ വേണ്ടത്ര സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ബാർ കൗൺസിലുമായും സംസ്ഥാന ബാർ കൗൺസിലുമായും ഓൾ ഇന്ത്യ ബാർ കൗൺസിൽ അടക്കമുള്ള സംവിധാനങ്ങളുമായി അസോസിയേഷനുകളുമായി ഒന്നും ഈ വിഷയത്തിൽ ഒരു പ്രാധാന്യമുള്ള ചർച്ചകൾ നടന്നിട്ടില്ല എന്നുള്ള ആക്ഷേപമാണോ? ഉണ്ടാക്കുന്നതിന് മുമ്പ് നടന്നിട്ടില്ല. ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പ് ഇന്നതാണ് നിയമമെന്ന് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അതിനൊരു ട്രെയിനിങ് പ്രോസസ് വേണം. ഇതൊരു സാധാരണ ഒരു 10 സെക്ഷനുള്ള ഒരു നിയമമല്ല ഇത്. 3 മേജർ നിയമങ്ങളെ റിപ്പീൽ ചെയ്ത് പുതിയത് കൊണ്ടുവരികയാണ്. അപ്പോൾ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷനിൽ എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. ട്രയലിനെ ബാധിക്കുന്ന വിഷയമാണ്, ഇൻവെസ്റ്റിഗേഷനെ ബാധിക്കുന്ന വിഷയമാണ്, അപ്പീലുകളെ ബാധിക്കുന്ന വിഷയമാണ്. അതിന് പ്രോപ്പർ ട്രെയിനിങ്ങോട് കൂടി ഇപ്പൊ ജുഡീഷ്യൽ അക്കാഡമിയിലുള്ള ട്രെയിനിങ് സജീവമാകേണ്ടതുണ്ട്, അഭിഭാഷകരുടെ ട്രെയിനിങ് വേണം, ഓഫീസേഴ്സിന്റെ ട്രെയിനിങ് വേണം. അതിനുള്ളൊരു സമയം കൊടുക്കാതെ ബലം പിടിച്ച് ഇംപ്ലിമെന്റ് ചെയ്യാൻ പാടില്ല. അതിനുവേണ്ടി ഒരു ഗവൺമെന്റ് തന്നെ മുന്നിട്ടിറങ്ങണം. ഗവൺമെന്റ് തന്നെ മുന്നിട്ടിറങ്ങിക്കൊണ്ട് അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. ജനങ്ങളുടെ മേലാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ. അത് മനസ്സിലാക്കിക്കൊണ്ട് അതുണ്ടായിട്ടില്ല എന്നതൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. പിന്നെ ഇൻഡിവിജ്വലായി പറയുന്ന ഓരോ സെക്ഷൻസും പലതിനകത്തും ചില വെസ്റ്റഡ് ഇൻട്രസ്റ്റുകൾ കയറി വന്നു എന്ന ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. ആ ആക്ഷേപങ്ങളെയൊക്കെ ഇൻഡിപെൻഡന്റ് ആയി എന്റെ ഒപ്പീനിയൻ ആയിട്ട് എനിക്ക് പറയാം, വേറെ ആൾക്ക് തിരിച്ചും പറയാം. അതൊക്കെ ഇനി വീണ്ടും സുപ്രീം കോടതിയിലേക്ക് പോയി അതല്ലെങ്കിൽ ഹൈക്കോടതിയിലേക്ക് പോയിട്ട് ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻസിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഇന്റർപ്രിട്ടേഷൻസിനെ അഡ്രസ് ചെയ്തുകൊണ്ട് വേണം നിയമങ്ങളുടെ പ്രൊവിഷൻസ് ആഡ് ചെയ്യപ്പെടേണ്ടത്. അത് പ്രോപ്പറായി അഡ്രസ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നൊരു ആക്ഷേപം. പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന നിയമങ്ങളെ കോടതി ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ അത് ആ നിയമത്തിന്റെ ഇംപ്ലിക്കേഷൻ മാറും. അപ്പൊ അത് ഒക്കെ അതിനകത്ത് അഡ്രസ് ചെയ്യപ്പെട്ടു. ഈ മറ്റു കാര്യം, നമ്മൾ ഈ കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു വാദം, അതായത് പഴയ നിയമങ്ങൾ ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ സ്മാരകങ്ങളാണ് എന്നുള്ളതാണ്. അത് ഈ പുതിയ നിയമങ്ങൾ പ്രതീക്ഷാ നിർഭരമാണെങ്കിൽ അതൊരു പക്ഷേ ആ പറഞ്ഞ പ്രശ്നങ്ങൾ, ആധിപത്യ സ്വഭാവം ഇല്ലാത്തൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കാനും നമുക്ക് ബാധ്യതയുണ്ടല്ലോ, അല്ലേ? അല്ല, ഞാൻ പറയുന്നത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നമ്മൾ ആർട്ടിക്കിൾ 13 ഭരണഘടന നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഇൻഫ്രിഞ്ച്മെന്റ് ഉണ്ടാകുന്ന ഏത് പ്രൊവിഷൻ, ഏത് നിയമത്തിലുണ്ടായാൽ ആ നിയമത്തിന്റെ ആ പ്രൊവിഷൻ അപ്പോൾ തന്നെ റിഡണ്ടന്റ് ആണ്. അല്ലാതെ ബ്രിട്ടീഷ് ആധിപത്യമൊക്കെ ആർട്ടിക്കിൾ 13 പോയി കഴിഞ്ഞു. പിന്നെ ഇതൊക്കെ ഒരു നറേറ്റീവായി നമ്മൾ പറയാണ് ബ്രിട്ടീഷ് സാധനത്തിനെ ഇന്ത്യൻ വൽക്കരിക്കുന്നു. ഇത്തരം നറേറ്റീവ്സ് ഉപയോഗിക്കേണ്ട സ്ഥലമല്ല നിയമനിർമ്മാണം. നിയമനിർമ്മാണം എന്ന് പറയുന്നത് അപ്പൊ ഒരു ഇമോഷണലായി നമ്മൾ അതിനെ കാണേണ്ട വിഷയമല്ല എന്റെ അഭിപ്രായത്തിൽ. നിയമനിർമ്മാണം എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി അതിന്റെ ഫാക്ച്വലി അത് ജനങ്ങളെ അഫക്ട് ചെയ്യുമ്പോൾ അവരുടെ ഏതെങ്കിലും റൈറ്റ് ഇൻഫ്രിഞ്ച്മെന്റ് ഉണ്ടാകുന്നുണ്ടോ എന്ന ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്തുണ്ടാകപ്പെടേണ്ടത് മാത്രം. അല്ലാതെ അത് ആരുണ്ടാക്കി, എങ്ങനെ ഉണ്ടാക്കി എന്നുള്ള ആരുണ്ടാക്കിയാലും നമ്മുടെ ഭരണഘടനയുടെ 3-ം അധ്യായത്തിന് വിധേയമായി മാത്രമേ നിയമങ്ങൾ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. അത് അന്ന് തന്നെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിസ്കസ് ചെയ്തതാണ്. അങ്ങനെയാണ് എക്സിസ്റ്റിംഗ് നിയമങ്ങളെയൊക്കെ നിലനിർത്തിക്കൊണ്ട് 1947 മുമ്പ് ഉണ്ടാകുന്ന എല്ലാ നിയമങ്ങളും പ്രീ ഇൻഡിപെൻഡന്റ് നിയമങ്ങളാണ്. കൂടുതലും ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ നിയമങ്ങൾ തന്നെയാണെന്ന്. ആ നിയമങ്ങളിൽ പലതും ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഫോളോ ചെയ്യുന്നതിന്റെ കാരണം ആർട്ടിക്കിൾ 13 ലിറ്റ്മസ് ടെസ്റ്റ് നടത്തിയതിനു ശേഷമാണ് ഇത് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു ഇന്റർപ്രിട്ടേഷൻ കൊടുത്ത് ഇമോഷണലായി ഞങ്ങൾ ഒരു കാര്യം ചെയ്തു എന്ന് വരുത്തിക്കലല്ല എന്റെ ലക്ഷ്യം. ജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തെ ജനങ്ങൾക്ക് ദോഷകരമല്ല എന്ന് ഉറപ്പാക്കലാണ് ഉണ്ടാകേണ്ട ലക്ഷ്യം, അല്ലാതെ നറേറ്റീവ്സ് പറയുന്നതല്ല. നന്ദി ശ്രീ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ. ഞങ്ങളൊപ്പം ചേർന്ന് വിശദമായ വിഷയത്തിൽ സംസാരിച്ചതിന്. നമ്മോടൊപ്പം ശ്രീ സക്കറിയ ജോർജ് കൂടിയുണ്ട്, റിട്ടയർഡ് SP കൂടിയാണ് അദ്ദേഹം. ശ്രീ സക്കറിയ ജോർജ്, ഇവിടെ നമുക്കറിയാം ഇതിനിപ്പോൾ ഏറ്റവും പ്രധാനമായി ഞാൻ ഈ വായിച്ചെടുത്തപ്പോൾ നമുക്ക് ഇത് വളരെ കൃത്യമായി ഇതിനെക്കുറിച്ച് ധാരണയായി വരുന്നതേ ഉള്ളൂ. കാരണം ഇത് പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഈ കസ്റ്റഡി കാലാവധി എന്നത് അത് 15 ദിവസം എന്നുള്ളതാണല്ലോ നമ്മുടെ പഴയ നിയമത്തിലുള്ളത്. അത് ഒരു ദീർഘമായ കാലമാണെന്നും ലഘൂകരണം ആവശ്യമാണെന്നും ഒക്കെയുള്ള വാദങ്ങൾ പലതരത്തിൽ ഉയർന്നിരുന്നു. പക്ഷെ പുതിയ ഈ നിയമ സംവിധാനവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ കസ്റ്റഡി കാലാവധി 60 മുതൽ 90 ദിവസം വരെ ദീർഘിപ്പിച്ചിരിക്കുന്നു എന്ന തരത്തിൽ ചില വാദങ്ങളുണ്ട്. അതിപ്പോൾ ഏത് നിയമം, ഏത് പുതിയ സംവിധാനം നമ്മുടെ രാജ്യത്ത് വന്നാലും
പോസിറ്റീവായും നെഗറ്റീവായുള്ള അഭിപ്രായങ്ങൾ സ്വാഭാവികമാണ്. ഏറ്റവും ഒടുവിൽ അതിൻ്റെ ഒരു ഈ ഇംപ്ലിമെൻറ്റേഷനൊക്കെ വന്നു കഴിയുമ്പോഴാണ് എത്രത്തോളം നന്മ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ എത്രത്തോളം ജനത്തിനും ദോഷമാണ് ഇത് എന്നൊക്കെയൊക്കെ വരുന്നത്. അതിനൊരു സമയം പരിധി ഉണ്ടാകും സ്വാഭാവികമായും. പക്ഷെ ഒറ്റ നോട്ടത്തിലൊന്ന് വിലയിരുത്തിയാൽ എങ്ങനെയാണ് താങ്കൾ ഇതിനെ ഒന്ന് നോക്കിക്കാണുന്നത്? ഈ മാറ്റങ്ങൾ ജുഡീഷ്യറിയെ, പോലീസ് സംവിധാനത്തെ സഹായകരമാക്കുന്ന വിധത്തിലുള്ളവയാണോ? എന്നെ സംബന്ധിച്ചോളം ഇത് പോലീസിന് നല്ലതാണോ ജുഡീഷ്യറിക്ക് നല്ലതാണോ എന്നുള്ളതല്ല എൻ്റെ പ്രധാന ചിന്ത. ഇത് ഇന്ത്യയിലെ കോമൺ മാൻ, സാധാരണക്കാർക്ക് ഇത് ബെനിഫിഷ്യൽ ആണോ, അവർക്ക് ഇതുകൊണ്ട് ഉന്നത നിലവാരമുള്ള ഒരു ഹൈ ക്വാളിറ്റി ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം, ഓർഡർലി സിസ്റ്റം നമ്മുടെ രാജ്യത്തുണ്ടാകുമോ എന്നുള്ളതാണ് എൻ്റെ ചിന്ത. കാരണം ഇവിടുത്തെ സമ്പന്നർക്കും സ്വാധീനമുള്ളവർക്കും ഒക്കെ നിയമത്തിൽ കൂടുതൽ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. പക്ഷെ പാവപ്പെട്ടവർക്ക് ചിലപ്പോൾ ഇതൊക്കെ കിട്ടാതെ പോകുന്നു. അപ്പോൾ ഒരാൾ ഇന്ത്യൻ പൗരനാണെങ്കിൽ അയാൾ അഭിമാനത്തോടു കൂടി രാജ്യത്ത് ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നിയമ സംഹിതയാണ് നമുക്ക് ആവശ്യം. അത് പുതിയ നിയമത്തിന് എൻഷുർ ചെയ്യാൻ, ഉറപ്പാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇന്ന് പ്രസക്തമായ ചോദ്യം. ഒരു നല്ല സേയിങ് ഉണ്ട്, ഇഫ് യു ഹാവ് നോളജ് ലെറ്റ് അതേഴ്സ് ലൈറ്റ് ദെയർ ക്യാൻഡിൽസ് ഇൻ ഇറ്റ്. നമുക്ക് നിയമമുണ്ടെങ്കിൽ, വി ഹാവ് ലോസ്, ലെറ്റ് അതേഴ്സ് ഗെറ്റ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. ഈ രാജ്യത്ത് നിയമമുണ്ടെങ്കിൽ സാധാരണക്കാരന് അതിനുള്ള സംരക്ഷണം കിട്ടുന്നുണ്ടോ? എപ്പോഴും നിയമത്തിന്റെ പരിരക്ഷ സാധാരണക്കാർക്കാണ്. നമുക്കറിയാം, കടലിൽ പോകുമ്പോൾ വലിയ മീൻ ചെറിയ മീനെ വിഴുങ്ങുന്നു. അത് പ്രേ പ്രിഡേറ്റർ റിലേഷൻഷിപ്പാണ്. ബിഗ് ഓൾവേസ് പ്രേ ദ സ്മോൾ. ചെറുതിനെ വലുത് വിഴുങ്ങും. നിയമം ഉള്ളത് കൊണ്ടാണ് ചെറിയ മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നത്. അതിന്റെ ക്വാളിറ്റി നമ്മൾ എൻഷുർ ചെയ്യുന്നുണ്ടോ? ഒരു സാധാരണ ഇന്ത്യക്കാരന്, സ്ട്രീറ്റിൽ ജീവിക്കുന്നവന്, കൂരയിൽ ജീവിക്കുന്ന സ്ലമ്മിലുള്ളവന്, അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ഈ രാജ്യത്ത് അഭിമാനത്തോടുകൂടി ഈ രാജ്യത്തെ ഭരണഘടനയും രാജ്യത്തെ നിയമത്തെയും ഇന്ത്യൻ പതാകയും നോക്കിക്കണ്ടുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാൻ ഈ വരുന്ന നിയമം സംരക്ഷണം കൊടുക്കുന്നുണ്ടോ? അങ്ങനെ കൊടുക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ ഈ നിയമം വളരെ മഹത്തരമാണ്. അത് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡീമോണിറ്റൈസേഷനും അതുപോലെ തന്നെ ഈ ബാങ്കിങ്ങും ഒക്കെ വന്നതുപോലെ ദീർഘവീക്ഷണമില്ലാതെ, പ്രോപ്പർ ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് ഇല്ലാതെ നടപ്പാക്കുന്ന ഒരു നിയമമായിട്ട് ഇത് നമുക്ക് കരുതാൻ പറ്റുള്ളൂ. പിന്നെ ഇത് നടപ്പാക്കി വരുമ്പോൾ കുറെ കൺഫ്യൂഷൻ ഉണ്ടാവും. നമുക്കറിയാം, ഡിമോണിറ്റൈസേഷൻ വന്ന സമയത്ത് ഒത്തിരി പേര് സാക്രിഫൈസ് ചെയ്തു ഇന്ത്യൻസ്. അതിന്റെ ഔട്ട്കം എന്തായി? അതുകൊണ്ട് ഇന്ത്യക്ക് പറഞ്ഞ നേട്ടം ഉണ്ടായോ? ഡിമോണിറ്റൈസേഷൻ വന്നതിന് ശേഷം ഏറ്റവും ആദ്യമായിട്ട് കള്ളനോട്ട് പിടിക്കുന്ന ഒരു സംസ്ഥാനം സാക്ഷാൽ പ്രധാനമന്ത്രിയുടെ ഗുജറാത്ത് തന്നെയാണ്. അവിടുന്ന് കേസ് പിടിച്ചിരുന്നു. അപ്പൊ ഡിമോണിറ്റൈസേഷൻ വന്നതുകൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടിയോ? അതുപോലെ ഈ ബാങ്കിങ്ങിന്റെ കാര്യം വന്നു. ഞാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ബാംഗ്ലൂർ വിധാൻസൗധയിൽ നടത്തിയ ഒരു കോൺഫറൻസിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്താണ്. ഗുഡ് ഗവേണൻസ്, ഡെവലപ്മെന്റ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്. അത് വെച്ച് അന്ന് ഇലക്ട്രോണിക് മിനിസ്ട്രി സെക്രട്ടറി ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ ബാങ്കിങ് ഒക്കെ വന്ന് ഇവിടെ എല്ലാം ഭയങ്കര സംഭവമാണെന്നൊക്കെ അദ്ദേഹം അവിടെ ക്ലാസ്സിൽ പ്രസ്താവിച്ചു. പക്ഷെ പ്രസ്താവിച്ചു കഴിഞ്ഞപ്പോഴും നമ്മുടെ പല ആൾക്കാരും ബാങ്കിങ്ങിന് വേണ്ടി പോയി ചീറ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെ പല പ്രയാസങ്ങളിലും ചെന്ന് പെടുന്നുണ്ട്. അപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ നടപ്പാക്കുമ്പോൾ, പുത്തനാശയം നല്ലതാണ്. ഈ സ്വതന്ത്ര ഭാരതത്തിലെ ഒരു പുതിയ നിയമം വരുന്നത്, ഇന്ത്യയുടെ ഒരു ടച്ചുള്ള, ഭാരതത്തിന്റെ ഒരു ടച്ചുള്ള ഒരു നിയമം വരുന്നത് എപ്പോഴും നല്ലതാണ്. അല്ല, ഈ നമ്മുടെ ഈ ചില ഈ ഹാൻഡിൽസ്, അതായത് നിയമ വിദഗ്ധർ, നിയമവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പലരും പറയുന്നത് ഈ പരമപ്രധാനം എന്ന് പറയുന്നത് വിശദവും വിശാലവുമായ ചർച്ചകളും വിലയിരുത്തലുകളും തിരുത്തലുകളും പുനർവായനയും ഒക്കെ ഈ താങ്കൾ പറഞ്ഞതുപോലെ സാധാരണ ജനങ്ങളെ അടക്കം ബാധിക്കുന്ന ഒരു സംവിധാനത്തിൽ പുതിയ മാറ്റങ്ങൾ വരുമ്പോൾ ധൃതിയും അനവധാനത ഉണ്ടാവരുത് എന്നുള്ള വാദമുണ്ട്. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് 2020 കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഒരു വിദഗ്ധ സമിതി ഇതുമായി ബന്ധപ്പെട്ട് നിയമിക്കുന്നത്. 23 ഒരു റിപ്പോർട്ട് നൽകുന്നു. അപ്പോൾ ഈ 4 വർഷം എന്നുള്ളത്
മതിയായ കാലയളവാണ് എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. കാരണം എല്ലാവരെയും ബോധ്യപ്പെടുത്തി എന്ന് പറയുന്നത്. അപ്പോഴും നേരത്തെ ശ്രീ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ പറഞ്ഞ പോലെ ബാർ കൗൺസിലാകട്ടെ, സംസ്ഥാന ബാർ കൗൺസിലുകളോ ഓൾ ഇന്ത്യ ബാർ കൗൺസിലോ ബാർ അസോസിയേഷനുകളോ ന്യായാധിപരോ ഭരണഘടനാ വിദഗ്ധരോ ഒന്നും സമിതിയുമായി ചർച്ചകളിൽ ഏർപ്പെട്ടില്ല എന്നൊരു വാദമാണ്. അതിലെത്രത്തോളം പ്രസക്തമാണ്? കാരണം അതിനൊരു കാരണമുണ്ടല്ലോ. ആ മേഖലയെ ബാധിക്കുന്ന ഒരു വിഷയമാകുമ്പോൾ ഈ എല്ലാ വിദഗ്ധരുമായും കൂടിയാലോചിച്ച് വേണം അവരുടെ അഭിപ്രായം കൂടെ കേട്ട് വേണ്ടേ ഇത്തരം സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ എന്നുള്ളത്? ഞാനൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ. നമ്മുടെ IPC ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്നത് 1860-ലാണ്. അപ്പം ആസ് ഓൺ ടുഡേ എത്ര വർഷമായി? ഏതാണ്ട് 160 വർഷം. 164 വർഷം. അതെ അതെ. അതിനകത്ത് 511 സെക്ഷൻ പ്രൊവിഷൻസ് ഉണ്ട്. ഈ പ്രൊവിഷൻസ് എല്ലാം നമ്മുടെ ഇന്ത്യയിലെ ഓരോ ജനങ്ങൾക്ക് അറിയാമോ? അതെ. ഈ നിയമം അറിയാവുന്ന ആർക്കാണ്? നിയമം പഠിച്ചവർക്ക്. അല്ലെങ്കിൽ അതുമായി ഒരു കാര്യം വരുമ്പോൾ നോക്കുന്നതല്ലാതെ നമ്മുടെ സ്കൂൾ കോളേജിൽ നിയമം പഠിപ്പിക്കുന്നുണ്ടോ? നമ്മുടെ ആൾക്കാർക്ക് കോമൺ മാൻ എന്താണ് ഇവിടെ നിയമം എന്നറിയാമോ? ഞാൻ ഇപ്പം ആരെയും കുറ്റം പറയുമൊന്നുമല്ല. ഈ ലോ ഡിഗ്രി ഇല്ലാത്ത ഒരു വൈസ് ചാൻസലർക്ക് പോലും ഇന്ത്യൻ പീനൽ കോഡിനകത്തെ എല്ലാ പ്രൊവിഷൻസും അറിയില്ല. ഞാൻ നല്ലൊരു സ്കൂളിൽ എനിക്ക് പഠിക്കാൻ അവസരം കിട്ടി. അവിടെ മോറൽ സയൻസും കാര്യങ്ങളും അല്ലാതെ ലോയുടെ പ്രിലിംസ് പഠിപ്പിച്ചിട്ടില്ല. ഞാൻ പോലീസ് ട്രെയിനിങ് കോളേജിൽ ട്രെയിനിയായി വന്നപ്പോൾ എൻ്റെ കരിക്കുലത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ നിയമം പഠിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിലെ ലോ ഗ്രാജുവേറ്റ്സ് ഉണ്ടായിരുന്നു. അവർക്ക് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. അപ്പം നിയമം അറിയാവുന്നവർക്ക് മാത്രമേ ഈ നിയമത്തെ പറ്റി ജ്ഞാനം ഉണ്ടാകുന്നുള്ളൂ. ഗവൺമെന്റ് മിഷനറി അട്ടർ ഫെയിലിയർ ആണ് സാധാരണക്കാരന്റെ മനസ്സിൽ ഈ രാജ്യത്തെ ഉത്തമമായ നിയമം എന്താണെന്ന് കൊണ്ടെത്തിക്കാനായിട്ട്. നമുക്ക് ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ ഈ നിയമം നിലവിലുള്ളത് പഠിപ്പിക്കുന്നില്ല, പുതിയ അമെൻമെന്റ് പഠിപ്പിക്കുന്നില്ല. ഇതുകൊണ്ട് വലിയൊരു പ്രശ്നമുണ്ട്. ഞങ്ങള് നിയമലംഘനം കണ്ട് ആൾക്കാരെ ഞാൻ സർവീസ് ഉള്ളപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ വളരെ പാവപ്പെട്ട മനുഷ്യർ പറയാറുണ്ട്, വളരെ പാവപ്പെട്ടവരെന്ന് പറഞ്ഞാൽ താഴെ തട്ടിലുള്ളവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇത് അറിയില്ല, അറിയുമാതിന് ഞങ്ങൾ ചെയ്യില്ല. അപ്പം നിയമം, പക്ഷെ ഇഗ്നറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു ലീഗൽ ഡിക്റ്റമാണ്. പക്ഷെ നമ്മൾ പഠിപ്പിക്കുന്നില്ല. നമ്മൾ എന്ത് രാജ്യമായത്? നമ്മൾ എന്ത് രാജ്യമാണ്? നമ്മൾ നമ്മുടെ ജനങ്ങളെ നിയമം പഠിപ്പിക്കാതെ ഈ രാജ്യത്ത് പുസ്തകത്തിനകത്ത് എഴുതി വെച്ചേക്കുന്ന നിയമം അനുസരിച്ച് ജീവിക്കണമെന്ന് പറയുന്നതിനകത്തെ മൗഢ്യത്വം എന്താണെന്ന് ചിന്തിക്കുക. അപ്പൊ നമ്മൾ എവിടെ എത്തിയിരിക്കുന്നു? നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 75 വർഷം കഴിഞ്ഞു. നമ്മൾ ജനങ്ങളെ പഠിപ്പിച്ചോ ഈ രാജ്യത്തെ നിയമം എന്താണെന്ന്? നമ്മൾ ഭരണഘടന മാറ്റണം, IPC മാറ്റണം, CRPC മാറ്റണം, എവിഡൻസ് ആക്ട് മാറ്റണം, ഇതെല്ലാം നമ്മൾ മാറ്റണം എന്ന് പറയുന്നു. ഈ മാറ്റി കഴിയുമ്പോൾ ഭരണത്തിലിരിക്കുന്ന ചിലർ വിചാരിക്കും ഇവിടെ ഒരു പുത്തൻ സൂര്യൻ ഉദിക്കുമെന്ന്. സൂര്യൻ നമ്മൾ ജനിക്കുന്നതിന് മുമ്പുള്ള സൂര്യനുണ്ട്, ആ സൂര്യൻ തന്നെ ഇന്നും ഉള്ളത്. അപ്പൊ നമ്മൾ പുത്തൻ സൂര്യൻ ഉദിക്കും, പുത്തൻ ലോകം എന്നൊക്കെ പറയുമ്പോൾ അതിനെപ്പറ്റി കാര്യമായി ദൈവം തന്ന തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കണം. തീർച്ചയായിട്ടും ചേഞ്ചസ് ആവശ്യമാണ്. അല്ലെന്ന് ഞാൻ നമ്മൾ ഈ നിയമങ്ങൾ ഒരുപാടുള്ള രാജ്യമാണ്, പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ ഒരു സ്വാഭാവികതയുണ്ട്. ഇംപ്ലിമെന്റ് ചെയ്യുന്നവരെ കൂടി ആശ്രയിച്ചിരിക്കും അത് ഏത് തരത്തിലാണ് അത് ജനത്തെ ബാധിക്കുക എന്നുള്ളത്. പലതരത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട് നമ്മുടെ നിയമ സംവിധാനങ്ങളെ. അതിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അങ്ങനെ നടപ്പിലാക്കേണ്ടവർ കൂടി കൂടുതൽ ജാഗ്രതയോടെ അവധാനതയോടെ ഇത് പഠിച്ച് അത് പ്രായോഗിക തലത്തിൽ എത്തിക്കുമ്പോഴാണല്ലോ ഈ സംവിധാനം എങ്ങനെ ജനത്തെ ബാധിക്കുന്നു എന്ന് മനസ്സിലാകുന്നത്. നമ്മുടെ രാജ്യത്തെ കാശ് ഉപയോഗിച്ച് ഭോപ്പാലില് ഈ പുതിയ നിയമങ്ങളെ പറ്റി പഠിക്കാൻ വേണ്ടി കുറച്ച് പോലീസ് ഓഫീസർമാരെ അയച്ചു. അതിനകത്ത് DYSPമാരും CAമാരും ഉണ്ടായിരുന്നു. അതിലൊരു ഓഫീസർ എനിക്ക് അടുപ്പമുള്ള. അപ്പൊ അദ്ദേഹം പറഞ്ഞു, CAമാർ വന്നവർ 1-2 പേരൊക്കെ അതുവഴി മദ്യപിച്ച് നടക്കുവാണ്, ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നില്ല. എന്തിനാ നമുക്ക് ഇങ്ങനെ ഒരു ട്രെയിനിങ്? ഇനി ആ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം കേരള പോലീസ് അക്കാഡമി, പോലീസ് ട്രെയിനിങ് കോളേജ്, പിന്നെ അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് പോലീസ് ട്രെയിനിങ് സെന്റേഴ്സ് ഉണ്ട്. ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെ ഉണ്ട്. അവിടെ ഈ റിപ്ലിക്കേഷൻ കോഴ്സ് വെച്ചോ, ഈ പോയി പഠിച്ചവരെ അടുത്ത തലമുറയെ പഠിപ്പിച്ചോ, അല്ലെ ഇവിടെ ട്രെയിനിങ് കിട്ടാത്തവരെ പഠിപ്പിച്ചോ? ഇതെല്ലാം ഒരു വേസ്റ്റ് എക്സസൈസ് അല്ലേ? രാജ്യത്തെ പണം എടുത്ത് ഇങ്ങനെ കുറെ കാര്യങ്ങൾ കാണിക്കുന്നു. നമ്മൾ ഡൽഹിയിൽ ഒരു പുതിയ ചടങ്ങ് വെക്കുന്നു, വിളക്ക് കത്തിക്കുന്നു, ഭയങ്കര മഹാനാണെന്ന് പറയുന്നു, നീണ്ട പ്രസംഗം നടത്തുന്നു, ഇവിടുത്തെ എല്ലാ ചാനലുകളും ദൂരദർശനും ഒക്കെ ഇത് മാറി മാറി കാണിക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ ഇത് സാധാരണക്കാരന്റെ മനസ്സിൽ എത്തിയിട്ടുണ്ടോ? സാധാരണക്കാരന് ഇതിന് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ടോ?
അവൻ ഇവിടെ സ്വൈര്യമായ ക്വാളിറ്റിയുള്ള ലൈഫ് അന്തസ്സായിട്ട് തല ഉയർത്തി ഇന്ത്യക്കാരനാണെന്ന് ജീവിക്കാൻ അവന് പറ്റുന്ന അവസരം നമ്മൾ കൊടുക്കുന്നുണ്ട് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ടോ? ഇപ്പം പറയുന്നു 60 ദിവസം മുതൽ 90 വരെ. അത് ഇപ്പം നമുക്കറിയാം, ഞാൻ പൊളിറ്റിക്സ് പറയുമല്ല. കേജ്രിവാളിനെ ഒരു കോടതി വിടുന്നു, CBI വീണ്ടും ചെല്ലുന്നു. CBIയിലെ ഉദ്യോഗസ്ഥന്മാർ ആരാണ്? CBI ഞാൻ 30 വർഷം മുമ്പ് കണ്ടതാണ്. പിന്നെ CBI ബുള്ളറ്റിനിൽ കണ്ടാണ് CBI അറസ്റ്റ് CBI SP വെസ്റ്റ് ബംഗാളില്. ഈ അഴിമതി നിറഞ്ഞ ഈ രാജ്യത്ത് പിന്നെ പാർലമെന്റിൽ നിന്ന് ഈ അഴിമതി എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകളിൽ എൻലിസ്റ്റ് ചെയ്യപ്പെട്ടു. ഈ രാജ്യത്തെ അഴിമതിയിലാണ് കൊണ്ടുപോകുന്നത്. ഈ നിയമമെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തോ പറഞ്ഞാലും കൈക്കൂലി കൊടുക്കാതെ സാധാരണക്കാരിലൂടെ ജീവിക്കാൻ പറ്റുന്നു. എന്തുകൊണ്ടാണ് ഒരു കറപ്ഷൻ ഫ്രീ ഇന്ത്യയെ പറ്റിയിട്ട് ഇവർ ചിന്തിക്കാത്തത്? കറപ്ഷൻ ഫ്രീ ഇന്ത്യ ഇല്ലാതെ ഏത് നിയമം ഉണ്ടാക്കിയാൽ എന്താണ്? നിയമത്തിനെ വിലയ്ക്ക് വാങ്ങിക്കേണ്ടി വരും സാധാരണക്കാരൻ. അവൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കൈക്കൂലി കൊടുത്തിട്ട് അവന്റെ സെറ്റും ടിയറും ബ്ലഡ് ഷെഡും എല്ലാം ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുക്കണം. ഇനി ഇപ്പം പറയാൻ പോകുന്നത് പതിവേ നിയമത്തെക്കാളും കൂടുതലാണ് ഇതിന്റെ അകത്തെ ശിക്ഷ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇവരെല്ലാം കാശ് വാങ്ങിക്കും. ഈ രാജ്യം എന്താണ്? ഈ രാജ്യത്ത് വേണ്ടുന്ന ഏതാണ്? അന്തസ്സായിട്ടുള്ള ജീവിതമാണ് ആവശ്യം. ഭരണഘടനയിൽ വിവക്ഷിക്കുന്ന മാതിരി ഒരു ക്വാളിറ്റി ലൈഫ് ഭാരത പൗരൻ എന്ന നിലയിൽ ആത്മാഭിമാനത്തോടുകൂടി ഭരണഘടന വിഭാവനം ചെയ്യുന്ന പോലുള്ള ഒരു ലൈഫ് കൊടുക്കുന്നില്ല. എന്ത് നിയമം ഉണ്ടാക്കി വെച്ചാലും അതിന് യാതൊരു പ്രസക്തി ഇല്ലെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. സക്കറിയ ജോർജ്, ഇതിനിടെ ഇന്ന് നിലവിൽ വന്ന പുതിയ ക്രിമിനൽ നിയമപ്രകാരം രാജ്യത്തെ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തു. ഡൽഹി കമല മാർക്കറ്റ് പോലീസ് സ്റ്റേഷനിലാണ് ആദ്യ FIR രജിസ്റ്റർ ചെയ്തത്. തെരുവ് കച്ചവടക്കാരനെതിരെയാണ് കേസ്. സുവിശ്വാസ് ജയിൻ, സുവി, ആദ്യ കേസാണ്, അതിന് അതിൻ്റെതായ പ്രാധാന്യവുമുണ്ട്. എന്തൊക്കെയാണ് ഇയാൾക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ? രഞ്ജിത്ത്, രാജ്യത്തെ കൊളോണിയൽ നിയമങ്ങളെല്ലാം പൊളിച്ചെഴുതിക്കൊണ്ട് ഭാരതീയ രീതിയിലുള്ള നിയമ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നു എന്നാണ് BJP അവകാശപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഡൽഹിയിലാണ് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കമല മാർക്കറ്റ് പോലീസ് സ്റ്റേഷനിലാണ് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടില്ല. ഒരു തെരുവ് കച്ചവടക്കാരനെതിരെയാണ് ആദ്യത്തെ കേസ്. റെയിൽവേ ഓവർബ്രിഡ്ജിന് താഴെ വിൽപ്പന നടത്തുന്ന ആ വിൽപ്പനക്കാരനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഭാരതീയ ന്യായ് സംഹിത, അതായത് ഇന്ത്യൻ ശിക്ഷാ നിയമമാണ് ഭാരതീയ ന്യായ് സംഹിതയായി മാറിയിരിക്കുന്നത്. ആ ഭാരതീയ ന്യായ് സംഹിത പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. നമുക്ക് ഈ വിവരങ്ങൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. ഏതായാലും നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. ആദ്യ കേസ് ഭാരതീയ ന്യായ് സംഹിത പ്രകാരമുള്ള ആദ്യ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ശരി, സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും പുതിയ നിയമങ്ങൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. ബ്രിട്ടീഷ് കാലത്തെ ക്രിമിനൽ നിയമങ്ങൾ ഉപേക്ഷിച്ച് രാജ്യം ഇന്നു മുതൽ പുതിയ നിയമവ്യവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. വിശദാംശങ്ങളാണ് നിയമവിദഗ്ധരും പോലീസിലെ പ്രമുഖരും പങ്കുവച്ചത്. ഇടവേള.